ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. സാരയില്ല, നമുക്ക് പഴയ പോലെ തന്നെ സ്കിൻ കെയറും ഹെയർ കെയറും വ്ളോഗ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിലിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കമന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ആൾ ചോദിച്ചിരിക്കുന്നത് യൂസറി SR എന്ന് പറയുന്ന ആളാണ് കേട്ടോ. വിച്ച് ഷാമ്പു യു ആർ യൂസിങ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന ഷാമ്പു എന്ന് വെച്ചാൽ ഡവിന്റെ ഷാമ്പു ആണ്. ഞാൻ നേരത്തെ ട്രെസമ്മയുടെ ഷാമ്പു ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രെസമ്മ എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. നല്ല രീതിയിൽ മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നമുക്ക് മാനേജബിൾ ഒക്കെ ആയിരുന്നു. ഒരുപാട് ഡ്രൈ ഒന്നും ആവാറില്ലായിരുന്നു. അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡാൻഡ്രഫിനെയൊക്കെ തന്നെയാണെങ്കിലും വരാതൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരുന്നതായിട്ട് തോന്നി. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും സാധാരണ ഞാൻ അതിന് മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ട് കൂടുതൽ ഹെയർ ഫോൾ എനിക്ക് വന്നു. പിന്നെ ഞാനതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഡവിന്റെ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഷാമ്പു ചെയ്തിട്ടുണ്ട്, കണ്ടീഷണർ പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം കുഴപ്പമില്ല, ഹെയർ ഫോൾ ഒന്നും അങ്ങനെ അധികം വരുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അടുത്ത പ്രിൻസ് മോൻ ജോസഫ് 9321 എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി തലവേദന പോകുമോ? ഇത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? നമ്മൾ പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിലിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്ന ഒരു കമന്റ് ആണ് കേട്ടോ. തലവേദന പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ശരിയാണ്, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിനനുസരിച്ച് നമുക്ക് തലവേദനയൊക്കെ, നല്ല ഹെയർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയൊക്കെ വരാം. നമ്മൾ തലയ്ക്ക് നല്ല കൂളിംഗ് ഒക്കെ കൊടുത്തിട്ട് തലവേദന. അപ്പം ഞാൻ പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിൽ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ തനിയെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽ തന്നെയാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള കാച്ചി എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഉപയോഗിച്ച സമയത്ത് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത്. ഹെയർ ഫോളും നന്നായിട്ട് മാറി, ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് തലവേദനയെ നമ്മൾ ഒരു പരിധിവരെ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്ത ആളെന്ന് വെച്ചാൽ ജങ് കുക്കീസ് 708 എന്ന് പറയുന്ന ആളാണ് കേട്ടോ. അത് ഈ ഒരു പാരഷൂട്ട്, ഇനി വരുന്ന എല്ലാ കമന്റ്സും എനിക്കൊന്ന് പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിലിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. ഡെയിലി നോർമൽ ഹെയർ ഫോള്. ഇപ്പം ആ പുള്ളി ചില ഈ ഒരാള് എന്താണ്, നമ്മൾ പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഡെയിലി നോർമൽ ഹെയർ ഫോൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഹെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു നോർമൽ 50 to 100 ആണ് നോർമലായിട്ട് നമ്മൾക്ക് ഡെയിലി ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളൊക്കെ എന്താ പറയുക ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നല്ലതാണ്, ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നോർമലായിട്ടുള്ള ഒരു ഹെയർ ഫോളേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. പിന്നെ അലീന ആംസ് 3083 ചോദിച്ചിട്ടുണ്ട്, ഹെയർ ഫോൾ കുറയുമോ ചേച്ചി വിത്തിൻ 1 month എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാരഷൂട്ട് ആയുർവേദിക് ഹെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയാൻ പറ്റും. വിത്തിൻ 1 month അല്ല, വിത്തിൻ വീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്കും നല്ല രീതിയിൽ ഹെയർ ഫോളൊക്കെ കുറയും. പിന്നെ ആദി അനു 583 ചോദിച്ചിട്ടുണ്ട്, ഇത് യൂസ് ചെയ്താൽ മുടി നരയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിർത്തിയാൽ ഹെയർ ഫോൾ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മുടി നരയ്ക്കുമെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഞാൻ എവിടെയോ വേറെ കേട്ടിട്ടുണ്ട്, ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കുമോ എന്നൊക്കെ. നമ്മളത് എനിക്കറിയില്ല നരയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ചില ആൾക്കാർ നരയ്ക്കുമെന്ന് പറയുന്നുണ്ട്, ചിലർ നരയ്ക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പം ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പം ചിലർക്ക് നരച്ചു പോവായിരിക്കും, ചിലർക്ക് നരയ്ക്കത്തില്ലായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് ആണ്. അപ്പം നിർത്തിയാൽ ഹെയർ ഫോൾ ഉണ്ടാകുമോ? അങ്ങനൊന്നും വരത്തില്ല. നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവത്തില്ല. പിന്നെ ഗുരു ഗുൽമണി 8893 ചോദിച്ചിട്ടുണ്ട്, താരൻ പോകുമെന്ന്. ശരിയാണ്, താരൻ പോകും. കാരണം നമ്മളുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു ഹെയർ ഫോളിന് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കാനും അല്ലെ, അവിടെയുള്ള പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ച് ഡാൻഡ്രഫിനെയൊക്കെ റിമൂവ് ചെയ്യാനും
നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുവേ ഈ പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട് ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാൻഡ്രഫ് ഉള്ളത് പോവാനും ഡാൻഡ്രഫ് വരാതിരിക്കാനും ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കുറയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ മുഹമ്മദ് ഷാഹിദ് K47 ചോദിച്ചിട്ടുണ്ട്, ഡെയിലി ഇടണോ എപ്പോഴും തലയിൽ കുളിക്കാൻ നേരത്തെ ഡെയിലി? നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരൊക്കെ വീക്കിലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം എന്താണ് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഷാമ്പു ചെയ്യുന്നത് ചിലപ്പോൾ ആഴ്ച 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ആയിരിക്കുമല്ലോ. അപ്പം ആ സമയത്തോ അല്ലെങ്കിൽ ഡെയിലി ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ ചെറിയൊരു എമൗണ്ട് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് പോകും, ഡാൻഡ്രഫ് വരാതിരിക്കും, ഹെയർ ഫോൾ നന്നായിട്ട് കുറയ്ക്കും, ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തലവേദന അതേപോലുള്ള ഹെയർ നമ്മുടെ തലയിലുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പും കുളിർമയൊക്കെ നൽകുന്നതുകൊണ്ട് തന്നെ നമുക്ക് തലവേദനയൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും 7 പേരുടെ കമൻസ് അതിൽ നിന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ തീർത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലി എല്ലാം ആ ഒരു കമന്റിന് താഴെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറേ നാളായിരിക്കാം അവർ ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയത്. എല്ലാവരോടും ക്ഷമിക്കണം. ചിലപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യാനായിട്ടും അതിനെനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവർക്കും അത് ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഞാൻ അവർക്ക് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ ഒരു ആക്സിഡൻ്റലി ഞാനാണത് ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹെയർ ഓയിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നരയ്ക്കുന്ന കാര്യം എനിക്ക് കുറച്ച് സംശയമാണ് കേട്ടോ. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് നരയ്ക്കുമെന്ന്, ചിലർ പറയുന്നുണ്ട് നരയ്ക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം നരയ്ക്കുന്ന കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഹെയർ ഗ്രോത്ത് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ, ഹെയർ ഫോൾ കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ, ഡാൻഡ്രഫ് വരാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.